ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജസ്റ്റ് നോളജ്. ഞാൻ എം ജെ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസിലെ ഏറ്റവും 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 ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിന് മുന്നേ ഷുവർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് നേരെ എന്ത് ചെയ്യും, ഷുവർ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ആണോടാ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അലോങ് ഇക്വറ്റോറിയൽ ലൈൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആക്സിയൽ ലൈനിലുള്ള ഇക്വേഷൻ ചെയ്തിരുന്നു, ഡെറിവേഷൻ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്ന് പോയി കാണാൻ മറക്കണ്ട. അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാപ്റ്റർ ആയിട്ടാണ് വേണ്ടതെങ്കിൽ, ഏത് ചാപ്റ്ററാണോ വേണ്ടത് ആ ചാപ്റ്ററിന്റെ വീഡിയോസാണ് വേണ്ടതെങ്കിൽ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണാം. ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ, അതൊന്ന് പോയി കാണാൻ മറക്കണ്ട. ഓക്കെ ആണോടാ? പറ. ഇതിപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല, കാരണം അവർക്ക് കൃത്യമായിട്ട് ഇത് അറിയുണ്ടാവും. കാണാത്തവരാണെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് പോകുക. എക്സാമിന് സിമ്പിളായിട്ട് നമ്മളിത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം എക്സാമിന് വളരെ എളുപ്പമായിട്ടും വളരെ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ഇതിന് കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഡെറിവേഷൻസ് ചെയ്ത് പോകുന്നതാണ്. അപ്പം നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നോക്കാം. നമ്മൾ എന്ത് ചെയ്യും, വേഗം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ആണോടാ? ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡൈപോൾ എന്താണെന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമുക്കിനി അറിയേണ്ടത് എന്താണ് ഇക്വിറ്റോറിയൽ ലൈൻ എന്നാണ്. ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രിക് ഡൈപോൾ എടുക്കാം. എന്താ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. ആ ഡൈപോൾ കാരണം ഇക്വിറ്റോറിയൽ ലൈനിൽ ഏതോ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. കാരണം രണ്ട് ചാർജാണ് ഡൈപോൾ. ആ ചാർജ് കാരണം ഉറപ്പായിട്ടും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, ഒരു ഡൈപോൾ എടുക്കുകയാണ്. എന്താ ഡൈപോൾ? ഡൈപോൾ ഒരു മൈനസ് ചാർജ് ഉണ്ടാവും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം ഒരു +q ചാർജ് ഉണ്ടാവും, പിന്നെ ഒരു -q ചാർജ് ഉണ്ടാവും. ഇവർ ചെറിയ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ടാവും. ഈ ഒരു അറേഞ്ച്മെന്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക. ഇതാണ് നമ്മുടെ ഡൈപോള്. രണ്ട് ചാർജസിനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിനെ ചെറിയ ഡിസ്റ്റൻസിൽ വെക്കുക. വരക്കുമ്പോൾ വലിയ ഡിസ്റ്റൻസ് ആണെങ്കിലും കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ വെക്കുക, വളരെ ചെറിയ ഡിസ്റ്റൻസിലാണ് അവർ വെക്കുക. ഈ ഒരു അറേഞ്ച്മെന്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2a ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് 2a ഒക്കെ എടുത്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ വീഡിയോ ഒന്ന് കയറി നോക്കി നോക്കുക. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പം ഇതിന്റെ മൊത്തം ഡിസ്റ്റൻസ് നമ്മൾ 2a ആക്കിയിട്ടാണ് എടുക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതിന്റെ സെന്റർ O ആക്കി എടുത്താൽ ഈ ഡിസ്റ്റൻസ് എത്രയാവും? A. ഈ ഡിസ്റ്റൻസ് എത്രയാവും? A. കാരണം ഇതിനെ പകുതി ആക്കി കഴിഞ്ഞാൽ A അല്ലേടെ വരിക. ഓക്കെ, ഈ പോയിന്റ് ഞാൻ A എന്ന് വിളിച്ചു, ഈ പോയിന്റ് ഞാൻ B എന്ന് വിളിച്ചു. ഇപ്പൊ 3 പോയിന്റാണ് മൊത്തത്തിൽ AOB എന്ന് പറയുന്ന 3 പോയിന്റ് ആണത്. ഇനി ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഈ ഡൈപോളിന്റെ കറക്റ്റ് സെന്റർ, അതായത് O, ഒരു ഓയിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട്, ഈ ഡൈപോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓയിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് എന്ത്, ഇക്വറ്റോറിയൽ ലൈൻ. ഇത്രയേ ഉള്ളൂ. ഞാനൊരു ലൈൻ എടുത്താൽ ആ ലൈന് കറക്റ്റ് സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ഈ ലൈനാണ് എന്ത്, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. മനസ്സിലാടാ? ഒരു ലൈൻ എടുത്താൽ ആ ലൈനിനെ കറക്റ്റ് സെന്ററിലൂടെ ആ ലൈനിനെ കറക്റ്റ് പകുതിയാക്കി, 2 പകുതിയാക്കി മാറ്റിയിട്ട് കറക്റ്റ് സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ഈ ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുക. ആ കൺസെപ്റ്റ് ഓക്കെയാണ്. അപ്പൊ എന്താ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് മനസ്സിലായി. ആ ഇക്വറ്റോറിയൽ ലൈനിൽ ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ, എത്രയാടാ, സ്മോൾ r ഡിസ്റ്റൻസ് അകലെ ഞാൻ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ചൂസ് ചെയ്യാണ്. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഈ 2 ചാർജ് കാരണം, അല്ലെങ്കിൽ ഈ 2 ചാർജ് എന്ന് പറയുമ്പോൾ ഈ ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാം. ഈ +q നിന്ന് ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ P എന്ന് പറയുന്ന പോയിന്റിലേക്ക് B-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം ഷുവർ ആയിട്ടും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ഡിസ്റ്റൻസും സെയിം ആണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു ലൈൻ എടുത്ത് അതിനെ കറക്റ്റ് 2ആയി മുറിക്കുകയാണ്. കറക്റ്റ് രണ്ടായി മുറിച്ചാൽ ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഈ ഡിസ്റ്റൻസും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വെറുതെ ഒരു ലൈൻ വരയ്ക്കുക, അതിന്റെ കറക്റ്റ് സെന്ററിൽ മുറിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഈ തലക്കുന്ന് ആ പോയിന്റിലേക്ക് വളക്കുക, ഈ തലക്കുന്ന് ആ പോയിന്റിലേക്ക് വളക്കുക. രണ്ടും സെയിം ആയിരിക്കും. കാരണം കറക്റ്റ് സെന്ററിൽ മുറിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് അങ്ങനെയുള്ള ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറിയാലോ, ഇവിടെ കുറച്ച് ചെറുതും ഇവിടെ നല്ല വലിയ ഡിസ്റ്റൻസും ആവും. കറക്റ്റ് സെന്ററിലാണെങ്കിൽ ഇവിടെ കറക്റ്റും ഇതും
ഇതും സെയിം ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം, ഈ ഫിഗർ നമുക്ക് ഒരു കാര്യം പറയാവുന്നതാണ്. എന്താ പറയാവുന്നത്? എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഇവിടെ നമുക്ക് പറഞ്ഞൂടെ? പറയാവുന്നതാണ്. കാരണങ്ങളൊക്കെ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് വരച്ചാലും പറ. പോസിറ്റീവ് ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ ആണ്. അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഔട്ട്വേർഡ് ആയിരിക്കോ ഇൻവേർഡ് ആയിരിക്കോ? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കൃത്യമായി അറിയാം. ഒരു പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും. അതായത് ഈ പോസിറ്റീവ് ചാർജ് കാരണം എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക പോസിറ്റീവ് ചാർജ് കാരണം. നെഗറ്റീവ് ചാർജ് കാരണം എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? അത് ഇൻവേർഡ് ആയിരിക്കും. നെഗറ്റീവിന്റെ അടുത്തേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അതായത് ഈ ലൈനിലൂടെ കറക്റ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. നെഗറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇവിടെ കാണിച്ചു. പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇവിടെ കാണിച്ചു. ഓക്കെ ആണ്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് മാത്രം കണ്ടാൽ മതി? ഈ ഇലക്ട്രിക് ഫീൽഡിനെ ആഡ് ചെയ്താൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കിട്ടൂലേ? കാരണം എന്താ? ഇവിടെ ആകെ 2 ചാർജേ ഉള്ളൂ. ആ 2 ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവും. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് അവിടെ ഉള്ള മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കിട്ടൂലേ? കിട്ടും. പക്ഷെ നമുക്ക് അവർ വെറുതെ ചാടി കയറി നമ്പർ ആഡ് ചെയ്യുന്ന മാതിരി അവർ ആഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് അവരെ വെറുതെ ആഡ് ചെയ്യാനൊന്നും പറ്റൂല. എങ്ങനെ ആഡ് ചെയ്യണം? വെക്റ്റർ സം എടുക്കണം. അഥവാ എന്ത് ചെയ്യണം? അവരെ ഡയറക്ഷൻ നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്യണം. അപ്പൊ പറ, ഈ 2 വെക്റ്റർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവർക്കൊരു റിസൾട്ടന്റ് വെക്റ്റർ ഉണ്ടാവൂലേ? ഉണ്ടാവും. അതെങ്ങനെയാ ഉണ്ടാവുക? അത് ഇങ്ങനെ കറക്റ്റ് സെന്ററിലൂടെ, ഇതിന്റെ രണ്ടിന്റെയും സെന്ററിലൂടെയും പാസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പാരലോഗ്രാം ലോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പറയാം, എന്റെ ഇത്ര കാലം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ഇങ്ങനെ രണ്ടാൾ എന്നെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ സെന്ററിൽ കൂടി പോകും. കാരണം എന്താ? എന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സെന്ററിലൂടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടുണ്ട്, താഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ 2 ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂയും കൂടി വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന മൊത്തം ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും എന്ന് എനിക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ഓക്കെ ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാരലോഗ്രാം ലോ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ച് നോക്കാവുന്നതാണ്. അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ 2 ചാർജ് കാരണം ഉണ്ടാകുന്ന മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയേക്കുക. എവിടെ പഠിച്ചിട്ടുണ്ട്? മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. ഓക്കെ ആണ്. അപ്പം നമുക്ക് എന്ത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ഈ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? ഈ പ്ലസ് ഈ മൈനസ് കൂട്ടുന്നതിന്റെ പകരം നമ്മൾ എന്ത് ചെയ്തു? അവരെ എന്ത് ചെയ്തു? അതിന്റെ റിസൾട്ടന്റ് വെക്ടർ കണ്ടു നേരിട്ടിട്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിൽ ഉണ്ടാവുന്ന മൊത്തം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആരാണ്? ഈ ക്യാപിറ്റൽ ഇ ആണ്. ആ ക്യാപിറ്റൽ ഇ മാത്രം കണ്ടാൽ മതി. ഇനി അതെങ്ങനെ കാണാം? നമ്മൾ പാരലോഗ്രാം ലോ ഒക്കെ ഉപയോഗിച്ച് കാണാവുന്നതാണ്. പക്ഷെ അത് ഭയങ്കര ടഫുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? വേറൊരു പരിപാടി ഇറക്കും ഈ കാണാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാ? നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റൈൽ മോഷൻ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും പഠിപ്പിച്ചിരിക്കേണ്ട കൺസെപ്റ്റാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അതേ മെത്തഡാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്ന പണി ഇത്രയേ ഉള്ളൂടാ. ഞാൻ ഈ പ്ലസിനെയും 2 ആക്കും, ഈ മൈനസിനെയും 2 കമ്പോണന്റ് ആക്കാൻ പോവാണ്. ആദ്യം അത് ശ്രദ്ധിച്ചോ. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ മൈനസിനെ 2 കമ്പോണന്റ് ആക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാവും, ഒന്നിങ്ങനെ. മറ്റേ രണ്ടാമത്തെ കമ്പോണന്റ് എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വരച്ചത് ഈ 2 കമ്പോണന്റ് തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവർ ഇങ്ങനെ എടുത്തത്. ഓക്കെ ആണ്. അപ്പൊ അത് 2 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിലേതാ ഇ മൈനസ് കോസ് തീറ്റ, ഇ മൈനസ് സൈൻ തീറ്റ എന്ന് കണ്ടെത്തണ്ടേ? അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ പ്ലസിനെയും 2 കമ്പോണന്റ് ആക്കാൻ പോവാ. ഒരു കമ്പോണന്റ് ഇങ്ങനെ ഉണ്ടാവും, ഒരു കമ്പോണന്റ് ഇങ്ങനെ ഉണ്ടാവും, അടുത്ത കമ്പോണന്റ് എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ ആണ്. അപ്പം ഇതിന് നമുക്ക് അറിയേണ്ടത് എന്താണ്? ഏതാണ് ഇ പ്ലസ് കോസ് തീറ്റ, ഏതാണ് ഇ മൈനസ് കോസ് തീറ്റ, ഏതാണ് ഇ പ്ലസ് സൈൻ തീറ്റ, ഏതാണ് ഇ മൈനസ് സൈൻ തീറ്റ എന്ന് അറിയണം. അതറിയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾ അറിയണം. ഓക്കെ ആണ്. അതറിയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾ അറിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാന്നറിയോ? ഈ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ആംഗിൾ തീറ്റ. കാരണം ഈ ഡിസ്റ്റൻസ് സെയിം ആണ്, ഇത് കോമൺ ആണ്, ഇതും കോമൺ ആയതുകൊണ്ട് ഇത് 2 സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതും കോമൺ ആയതുകൊണ്ട് ഇത് 2 എന്താന്ന് പറയാം? തീറ്റയാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാം. കാരണം എന്താണ്? ഇതും സെയിം ആണ്, ഇതും സെയിം ആണ് രണ്ടിനും. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആണെന്ന് പറയാം. ഇനി നമുക്കറിയേണ്ടത് ഇവിടെ ഏതാ തീറ്റ, ഇവിടെ ഏതാ തീറ്റ എന്ന് അറിയേണ്ടത്. അതറിയാൻ വേണ്ടി നമുക്ക് എന്താ അറിയാം? ആംഗിൾസ് എന്ന് പറഞ്ഞ ഏതോ ചാപ്റ്ററിന് തോന്നുന്നു 9 പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. എന്താണ്? ഞാൻ 2 പാരലൽ ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ
അതിനെ മുറിച്ച് കടക്കുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ തീറ്റയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ആംഗിൾസിന് ഒരു പേര് പറയും, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പേര് പറയും. വേറൊരു ലൈൻ കൂടി ഉണ്ടെങ്കിലോ ഈ ആംഗിൾ തീറ്റയാവും. നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് പറയാവുന്നതാണ്. ഈ ആംഗിൾ തീറ്റ രണ്ട് പാരലൽ ലൈനുകൾ എടുക്കുകയാണ്. ഒരു പാരലൽ ലൈൻ ഇത്, അടുത്ത ലൈൻ ഇത്, ഇതിങ്ങനെ ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പാരലൽ ലൈൻ അല്ലേ, ഇതും പാരലൽ ലൈന്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞു ഈ ആംഗിൾ തീറ്റയാവും. കാരണം എന്താ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി വേറൊരു കൺസെപ്റ്റും കൂടി എടുത്തു കഴിഞ്ഞാല് ഈ ആംഗിൾ തീറ്റയാണ്. ഞാൻ വേറെ രണ്ട് പാരലൽ ലൈൻസ് എടുക്കുകയാണ്. അതിനെ മുറിച്ച് കടക്കുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ തീറ്റയാവും. കാരണം ഇത്തരം ആംഗിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്താവൂടാ, തീറ്റയാവും. നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ഇത് തീറ്റയാണെങ്കിൽ ഇത് രണ്ടും തീറ്റയാവും മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും ആരാണ് ഈ മൈനസ് കോസ് തീറ്റ, ആരാണ് ഈ പ്ലസ് കോസ് തീറ്റ, ആരാണ് ഈ മൈനസ് സൈൻ തീറ്റ, ആരാണ് ഈ പ്ലസ് സൈൻ തീറ്റ എന്നൊക്കെ മനസ്സിലാവും. പറ, തീറ്റയോട് അടുത്ത് കിടക്കുന്ന ഈ പ്ലസിന്റെ ആളാണ് ആര്, ഈ പ്ലസ് കോസ് തീറ്റ. അപ്പൊ തീറ്റയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളാണ് ഈ പ്ലസ് സൈൻ തീറ്റ. പറ, ഇനി തീറ്റയോട് അടുത്ത് കിടക്കുന്ന ഈ മൈനസിന്റെ ആരാണ് ഈ മൈനസ് കോസ് തീറ്റ. തീറ്റയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളാണ് ഈ മൈനസ് സൈൻ തീറ്റ. അപ്പൊ എല്ലാവരും നമുക്ക് പിടികിട്ടിയല്ലോ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം പറഞ്ഞോടാ, ഈ പ്ലസ് സൈൻ തീറ്റയും ഈ മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ ആവും. കാരണം ഒന്ന് മേലേക്കാണെങ്കിലും ഒന്ന് താഴത്ത് കാണാൻ രണ്ട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം പറയാം. എന്താണ്, ഇയർ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇയർ കോമ എന്താണ് ഈ പ്ലസ് സൈൻ തീറ്റ, ഈ പ്ലസ് സൈൻ തീറ്റ ആൻഡ് ആരും ഈ മൈനസ് സൈൻ തീറ്റ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അവർ ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അവർ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അവരെന്താവും, ക്യാൻസൽ ആവും. സോ ദേ ക്യാൻസൽ ടു ഈച്ച് അതർ, ദേ ക്യാൻസൽ ടു ഈച്ച് അതർ എന്ന് നമുക്ക് പറയാം. അത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇത് അങ്ങ് എഴുതി വെച്ച് കൊടുക്കുക. ഓക്കെ ആണ്. ഇവർ രണ്ടാൾ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. പിന്നെ ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ പ്ലസ് ഈ മൈനസ് ഈക്വൽ ആയത് അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ രണ്ടാളും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അങ്ങോട്ടാണെന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ അവ രണ്ടും ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്, ബാക്കിയുള്ള രണ്ട് കമ്പോണന്റ് ചേർന്നിട്ടാണ്. നോക്കിയേ, ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണല്ലോ ഈ രണ്ടും. ഈ പ്ലസ് കോസ് ഈ മൈനസ് കോസ് ആരുടെ ഡയറക്ഷനിലാണ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ചേർന്നിട്ടാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്, ഇവർ രണ്ടാളും ചേർന്നിട്ടാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറയാം ഇവർ രണ്ടാളും കൂട്ടിയാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും നമുക്ക് പറയാം. അത് ഇവർ രണ്ടാളും മാത്രമേ ആ ഡയറക്ഷനിലുള്ളൂ. അപ്പൊ ഇവർ രണ്ടാളും കൂട്ടിയാൽ ഇത് കിട്ടുള്ളൂ. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് പറയാം മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കിട്ടണമെങ്കിൽ ആരൊക്കെ കൂട്ടണം, ഈ പ്ലസ് കോസ് തീറ്റ പ്ലസ് ആരെയും കൂട്ടണം, ഈ മൈനസ് കോസ് തീറ്റയും കൂട്ടണം. രണ്ട് കോസ് തീറ്റകളെയും കൂട്ടി ആരെ കിട്ടും, മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അവർ രണ്ടോളാണ് ഡയറക്ഷനിലുള്ളതുകൊണ്ട് എന്ന് മാത്രം. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആണല്ലോ. നമ്മൾ പറഞ്ഞു, കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് മുന്നേ കടിച്ചു നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. എ മുതൽ ഈ രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്. അതല്ലെങ്കിൽ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു ലൈൻ എടുത്താൽ അതിനെ കറക്റ്റ് രണ്ടാക്കുമ്പോൾ ഈ ലൈനും സെയിം ആയിരിക്കും. അതായത് ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആവും, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ഈ പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡും നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡും സെയിം ആണെന്ന് ഞാൻ പറയുന്നു. കാരണത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ, KQ/R² എന്നാണ്. നമുക്കറിയാം ഇവിടെ K കോൺസ്റ്റന്റ് ആണ്, Q കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഈ ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നമുക്കൊരു കാര്യം അറിയാം, ഈ ഡിസ്റ്റൻസും സെയിം ആണ്. ഇവിടെ ആണെന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ചാർജിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതും ഇതും സെയിം ആയതിനാൽ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും സെയിം അല്ലടാ. രണ്ടാളും ഒരേ സ്ഥലത്ത് നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരാൾ അടിക്കുകയാണെങ്കിൽ രണ്ടാൾ കൊടുക്കുന്ന അടിക്കും എന്താവും, രണ്ടാൾ ഒരേപോലത്തെ
രണ്ടാൾ കൊടുക്കുന്ന അടിക്ക് എന്താവും സെയിം അളവാവും എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് നമുക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ പറയാൻ പറ്റുള്ളൂ? എന്താണ് അടിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും ഒരാൾ സ്ട്രോങ്ങിൽ കൊടുത്താൽ ഒരാൾ പതുക്കെ കൊടുത്താലെന്നൊക്കെ പറയും. രണ്ടാളും ഒരേ പവറിൽ അടിക്കുകയാണെങ്കിൽ ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ രണ്ടാൾക്കും എന്ത് ഒരേ ആ കിട്ടുന്ന ആൾക്ക് എന്താവും ഒരേ അടിയാവും ഫീൽ ചെയ്യുക. ഇവിടെ നമുക്ക് പറയുന്ന കാര്യം എന്താണ്? ഈ ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ആ ആറ് രണ്ടും സെയിം ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും നെഗറ്റീവ് ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഇവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും എന്താവും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എങ്ങനെ മാറിടാ? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എങ്ങനെയായി പറ? ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ മൈനസിന് പകരം എനിക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇ പ്ലസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം എന്താണ്? ഇ മൈനസ് എന്തിന് ഈക്വലാണ്? ഇ പ്ലസിന് ഈക്വലാണ്. പറ എന്തിന് ഈക്വലാണ്? ഇ പ്ലസ് കോസ് തീറ്റ എന്ന് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു എന്താടാ? ഇത് രണ്ടും കൂടി കൂട്ടി എന്ത് കിട്ടൂടാ? 2e പ്ലസ് കോസ് തീറ്റ എന്ന് എനിക്ക് എഴുതിക്കൂടെ? 2e പ്ലസ് കോസ് തീറ്റ. കാരണം എന്താ? ഒരു തേങ്ങ പ്ലസ് ഒരു തേങ്ങ രണ്ട് തേങ്ങ. ഒരു ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഒരു ഇ പ്ലസ് കോസ് തീറ്റ 2e പ്ലസ് കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡും സെയിം ആവും. ഇത് നമ്മൾ ഇതിനെ കുറിച്ച് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ ആണ്. അപ്പോൾ പറ ഇവിടെ ഉണ്ടാവുന്ന മൊത്തം ഇലക്ട്രിക് ഫീൽഡ് എന്തായി? 2e പ്ലസ് കോസ് തീറ്റ ആയി. ഇനി നമുക്ക് ഇ പ്ലസും കണ്ടുപിടിക്കണം, കോസ് തീറ്റയും കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഒരാൾ വേറെ രീതിക്ക് ചെയ്യണം. എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇ മൈനസിന്റെ പകരമാണ് ഇ പ്ലസ് ഇട്ട് കൊടുത്തത്. ഒരാൾ നേരെ തിരിച്ചിട്ട് കൊടുത്തു. ഇ പ്ലസിന്റെ പകരം ഇ മൈനസ് ഇട്ട് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ എന്താവും? 2e മൈനസ് കോസ് തീറ്റയാവും. അത്രയുള്ള പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ ഞാൻ വഴിയാ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത് ഇ പ്ലസും കണ്ടുപിടിക്കണം, കോസ് തീറ്റയും കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? കണ്ടുപിടിച്ചുതരാം. ഇ പ്ലസ് ഇസ് ഈക്വൽ ടു പറ ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 1/4πε0. കെന്റെ പകരം ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഉണ്ടാകുന്ന ചാർജ് Q ആണ് ബൈ എന്താണ്? അവിടേക്കുള്ള ഡിസ്റ്റൻസ്. ആ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കറിയാവുന്നത് r² എന്നുള്ളത്. പക്ഷെ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാണ്. അതായത് എ മുതൽ പി വരെ ഡിസ്റ്റൻസ് ആണ്. അതായത് എ പി ആണ്. എ മുതൽ പി വരെ ഡിസ്റ്റൻസ് ഞാൻ എ പി എന്ന് വിളിച്ചു. എ പി ആണ്. അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ ഉണ്ടാവുക. അതിന്റെ എന്താണ്? സ്ക്വയർ ആണ്. r² എന്റെ പകരം എ പി സ്ക്വയർ ആയി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി പറ ഇനി നമുക്ക് കോസ് തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇവിടെയാണ് തീറ്റ ഉള്ളത്. ഇതെടുത്തൂടെ പറ്റൂല. കാരണം എന്താണ്? എനിക്ക് വേണ്ടത് ഈ പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തുള്ള ആംഗിൾ ആണ്. പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയ ആംഗിൾ ഇതാണ്. അപ്പൊ ഇതേ എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ നെഗറ്റീവ് എടുത്താൽ ഇവിടെ എന്ത് വരും? ഇതേ ഇക്വേഷൻ വരും. എന്തേ മാറ്റം ഉണ്ടാവുള്ളൂ? കോസ് തീറ്റ എടുക്കുമ്പോൾ ഇവിടെ എടുക്കണം എന്നുള്ളൂ. ഓക്കെ ആണ്. പറ ഇവിടെ ആണെങ്കിൽ അപ്പൊ ഇവിടെ മൈനസ് വരൂലേ? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ എന്തെടുക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡ് എടുക്കുള്ളൂ. അപ്പൊ അവിടെ മൈനസ് ഒക്കെ ഒഴിവായി പോയിക്കോളും. കുഴപ്പമില്ലല്ലോ. ചാർജിന്റെ എന്തെടുക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡ് എടുക്കുള്ളൂ. അപ്പൊ ഒഴിവായി പോയിക്കോളും. നിങ്ങൾ അതിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. ഓക്കെ ആണ്. കോസ് തീറ്റ അപ്പൊ എന്താവും? ഇവിടെ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസെന്റ് എന്ന് പറയുന്നത് എ ആണ്. ഞാൻ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് കൺസിഡർ ചെയ്തത്. അത് ഞാൻ അവിടെ എഴുതിയേക്കണേ, നിങ്ങൾ മറന്നുപോകും. കൺസിഡർ എ ട്രയാംഗിൾ. കൺസിഡർ ദ ട്രയാംഗിൾ. കൺസിഡർ ദ ട്രയാംഗിൾ. ഏതാണ് ട്രയാംഗിൾ? പറ. എ ഒ പി എന്ന് പറയുന്ന ട്രയാംഗിളിൽ നിന്ന് നമുക്കൊരു കാര്യം കിട്ടും. എന്താ കിട്ടുക? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? എ ബൈ എ പി എന്ന് കിട്ടും. എങ്ങനെയാണ്? അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് എ മുതൽ പി വരെ ഡിസ്റ്റൻസ് ആണ്. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി ഞാൻ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടും മൂന്നും എടുത്തിട്ട് എന്ത് ചെയ്യാം? ഒന്നിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായി മാറും? ഈ ഇ പ്ലസിന് പകരം ഇത് വരും, കോസ് തീറ്റയ്ക്ക് പകരം ഇതും വരും. അപ്പൊ നിങ്ങൾ പറഞ്ഞോടാ എന്താവും നമ്മുടെ ഇക്വേഷൻ? സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 3 in 1 എന്തിലിട്ട് കൊടുക്കുക? ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷന്റെ ഇ ഇസ് ഈക്വൽ ടു അപ്പൊ എന്താ കൂടാ? 2 into ഇ പ്ലസിന് പകരം എന്തായി? പറ 1/4πε0 Q ബൈ എ പി സ്ക്വയർ എന്നായി. ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എന്താടാ? എ ബൈ എ പി എന്നായി. എ ബൈ എ പി. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന അടുത്തൊരു കാര്യമാണ്. ഏത് ഇലക്ട്രിക് ഡൈപോൾ എടുത്താലും അതിനൊരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുമല്ലോ. ആ ഉണ്ടാവും. കാരണം എന്താണ്? അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവും. ആ സ്ട്രെങ്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ. ഈ ഇലക്ട്രിക് ഡൈപോളിന് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുമല്ലോ. അതിനെ ഞാൻ പി എന്ന് വിളിക്കുകയാണ്. ആ പി ഈസ് ഈക്വൽ ടു എന്താവും? ഇവിടെ പറ. പി ഈസ് ഈക്വൽ ടു എന്താവും? അവയുടെ ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്. ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ ഇവിടെ എന്താണ്? ക്യൂ ആക്കി എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്താ? മൈനസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്നാണ്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത്ര മനസ്സിലാക്കിയേക്കുക.
dipole moment is the magnitude of the one of the charges. It is the product of the magnitude of the one of the charges and dipole length എന്നാണ്. അതായത് ഈ ഒരു ചാർജിൽ ഏതെങ്കിലും ഒന്നിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിൽ ഏത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താലും ക്യൂ എ കിട്ടുള്ളൂ. ഇൻറ്റു ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. ഈ ഡൈപോളിന്റെ മൊത്തമുള്ള ഡിസ്റ്റൻസ് ആണ്, അത് 2a ആണ്. അപ്പൊ ഇതാണ് ഡൈപോൾ മൊമെന്റ്. ഇത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പുട്ടടിക്കുക. അതായത് ഇവിടെ എന്തുണ്ട്, 2 ഉണ്ട്, Q ഉണ്ട്, A ഉണ്ട്. അതിന് പകരം ആരിട്ട് കൊടുക്കുക, P ഇട്ട് കൊടുത്താൽ മതി. therefore നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് is equal to എന്താടാ 1/4πε0 അതുപോലെ നിൽപ്പുണ്ട്. 2QA ന്റെ പകരം ആര് വന്നു, P വന്നു, ഡിവൈഡഡ് ബൈ എന്താണ് AP² ഇൻറ്റു AP, അത് AP³ എന്ന് എനിക്ക് വിളിക്കാം. ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് AP³ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണ്. അതെങ്ങനെയാ AP³ എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ എളുപ്പം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇതിന്റെ ഹൈപ്പോന്യൂസ് ആണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഫ്രം ട്രയാങ്കിൾ AOP എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താ മനസ്സിലാക്കാവുന്നത്? ഈ AP² എന്ന് പറഞ്ഞാൽ ഹൈപ്പോന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താടാ ബേസിന്റെ സ്ക്വയർ പ്ലസ് എന്താണ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ R². ഓക്കെ ആണ്. അപ്പൊ എന്താണ് AP² എന്ന് പറഞ്ഞാൽ A² പ്ലസ് R² ആണ്. അങ്ങനെയാണെങ്കിൽ AP എന്താണ്, AP is equal to എന്താണ് √A² പ്ലസ് R² പകരം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, A² പ്ലസ് R² √1/2 എന്ന് എഴുതിക്കോട്ടെ. കുഴപ്പമുണ്ടോ? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കൊല്ലൊക്കെ പഠിച്ചിട്ടുണ്ട് √x എന്ന് പറഞ്ഞാൽ x⁻⁴ ആണ്. റൂട്ടിന്റെ പകരം നമ്മൾ ഇട്ട് കൊടുക്കുന്ന പവർ ആണ് 1/2. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഓക്കെ ആണ്. ഇനി പറ, അങ്ങനെയാണ് നമുക്ക് എന്താ വേണ്ടത്, AP³ ആണ് വേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, AP³ കിട്ടാൻ പവറിൽ ഒരു 3 ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, പവറിൽ ഒരു 3 ഇട്ട് കൊടുക്കണം. പറ എങ്ങനെ ഇട്ട് കൊടുക്കുക, A² പ്ലസ് R² എന്ത് ചെയ്യുക 1/2 ഇൻറ്റു 3 ആക്കുക. 1/2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എന്താണ് 3/2 ആണ്. മേലെയും ഇവിടെ പവറിൽ 3 ഇട്ടാൽ ഇവിടെയും പവറിൽ 3 ഇടുക. ഇവിടെ പവർ ഒഴിവാക്കിയാൽ ഇവിടെ പവർ ഒഴിവാക്കുക. ഇവിടെ എന്തായിരുന്നു പവർ 1 ആയിരുന്നു. ഇവിടെ നമ്മൾ പവർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത്രയേ ഉള്ളൂ ക്യൂബ് കിട്ടാൻ പരിപാടി. നിങ്ങൾക്ക് A⁴ ആണെങ്കിൽ കാണട്ടെ, ഇവിടെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4/2 കിട്ടും, അത് 2 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ പരിപാടി. എന്ത് വേണോ അതിനെന്ത് ചെയ്യുക, ആ സംഭവം കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക, പവറിൽ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ ആണ്. AP³ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് is equal to എന്താടാ 1/4πε0 P ബൈ എന്താണ് AP³ പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാടാ A² പ്ലസ് R² എന്താണ് 3/2 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്ത് കാരണം, ഇലക്ട്രിക് ഡൈപോൾ കാരണം ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലൊരു സ്പെഷ്യൽ കേസും കൂടി പറയാറുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ ആണോടാ? ഇത് ഞാൻ ഇവിടെ ഒന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലൊരു സ്പെഷ്യൽ കേസും കൂടി പറയാം. എന്താ സ്പെഷ്യൽ കേസ്? ഒരു സ്പെഷ്യൽ കേസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ കേസ് എഴുതാം. സ്പെഷ്യൽ കേസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് ഐഡിയ കിട്ടും. ഈ ഒരു ഇക്വിറ്റോറിയൽ പോയിന്റ് വളരെ ദൂരത്താണ്. ഇക്വിറ്റോറിയൽ പോയിന്റ് എന്താണ്, ഇൻഫിനിറ്റിയിലൊക്കെ കൊണ്ടുവെക്കുകയെന്ന് വിചാരിച്ചോ, അസ്യൂം ചെയ്തോ. വളരെ ദൂരത്ത് കൊണ്ടുവെക്കുമ്പോൾ ഈ A എന്താവും, വളരെ ചെറുതായിട്ട് തോന്നൂലേ? അപ്പൊ നിങ്ങൾ നോക്കി എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ വലുതാക്കുകയാണ്. ഏനേക്കാളും വളരെ വലുതാക്കുകയാണെങ്കിൽ നമുക്ക് എന്താവും, വളരെ കുഞ്ഞതായിട്ട് തോന്നും. അതായത് കാണുപോലില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 0 ആക്കി എടുക്കാന്നാണ് അവർ പറയുന്നത്. ഓക്കെ ആണ്. എന്താണ് R വളരെ വലുതാക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഞാൻ കാണിച്ചത് നോക്കി, A എത്രയാണ്, R ഞാൻ എന്ത് ചെയ്യാണ് ഇത്ര എടുക്കുകയാണ്. ഇത് മൊത്തത്തിൽ 2A ആയിരുന്നു. R ഇത്ര നോക്കിയപ്പം Aനെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാനാ പറയാം. എന്താണ് നെഗ്ലക്ട് ചെയ്യാം. A ക്യാൻ ബി നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, Aക്ക് അപ്രോക്സിമേറ്റ്ലി 0 കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, E is equal to എന്താണ് 1/4πε0 പറ P ബൈ പറഞ്ഞേ എന്താണ് A² പ്ലസ് R² പകരം A² പകരം ആരായി 0 ആയി. എന്തായി 0 ആയി. അങ്ങനെ A² എന്തായി 0 ആയി. അപ്പൊ എന്താ പറയാ 0 പ്ലസ് R² 3/2 എന്നായി. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഇലക്ട്രിക് ഫീൽഡ് is equal to എന്താണ് 1/4πε0
പി ബൈ എന്തായി 0 പ്ലസ് ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ തന്നെയാണ്, അതിൻ്റെ ഓൾ റൈസ് ടു 3/2 ആണ് വരിക. നമുക്കൊരു കാര്യം അറിയാം, എന്താണ് അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താണ്, എ റൈസ് ടു എം ദ ഓൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പറ ആർ റൈസ് ടു ആർ സ്ക്വയർ ഇൻറ്റു ഓൾ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താ, ആർ സ്ക്വയർ ദ ഓൾ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ സ്ക്വയർ ഇൻറ്റു 3/2 എന്നോ. ഇത് പ്രകാരം ഈ സ്ക്വയർ ഈ 2 വെട്ടിപ്പോയിക്കുന്ന ബാക്കി ആരേ ഉണ്ടാവുള്ളൂ, ആർ ക്യൂബാ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ ദ ഓൾ റൈസ് ടു 3/2 ആരായി മാറി, ആർ ക്യൂബായി മാറി. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 പി ബൈ ആർ ക്യൂബ് എന്ന് കിട്ടി. ഇത് സ്പെഷ്യൽ കേസിന്റെ ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്ത് വന്നാലും ഇത് പഠിച്ചിട്ട് പോവാം. പ്രോബ്ലംസ് വന്നാൽ ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ വെറുതെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഇത് സ്പെഷ്യൽ കേസ് മാത്രമാണ്, അപ്പം മാത്രം പഠിച്ചാൽ മതി. വെറുതെ ചാടി കയറി പഠിച്ചു പോകണ്ട. ഇത് പഠിച്ചു പോവുക, ഇത് പഠിച്ചു പോവുക, ഇത് പഠിച്ചു പോവുക. സോ നമ്മുടെ ഡെറിവേഷനോട് അവസാനിക്കുകയാണ്. ഇത്രേ ഉള്ള പരിപാടി. ഇത് എനിക്ക് കൺസെപ്റ്റ് പറയാൻ മാത്രമേ ടൈം എടുത്തിട്ടുള്ളൂ, ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൺസെപ്റ്റ് ഒന്ന് കത്തി കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂടാ. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് കോഴ്സസിലോ ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൽ ചോദിക്കും, ഉറപ്പാണ് കോഴ്സസിലോ ഒക്കെ. അപ്പം എന്ത് ചെയ്യും, നമ്മൾ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ മാത്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ഷമിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ മാത്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പം വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.